ഹലോ ഡിയേഴ്സ്, കൈലാസ് മഷ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മഷ്റൂം പിക്കിളാണ്. ഓയിസ്റ്റർ മഷ്റൂം പിക്കിൾ, ചിപ്പിക്കൂൺ അച്ചാർ. അപ്പോൾ ചിപ്പിക്കൂൺ അച്ചാർ തയ്യാറാക്കുന്നതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി മഷ്റൂം. ഈ മഷ്റൂം ഞാൻ ബ്ലാൻഡ് ചെയ്ത് വറുത്ത് എടുത്തിട്ടുള്ളതാണ്. ബ്ലാൻഡ് ചെയ്യുന്ന രീതി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. പിന്നെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ മഷ്റൂമിൽ നിങ്ങൾക്കറിയാം 80% വെള്ളമാണെന്ന്. അപ്പം വെള്ളം അച്ചാറിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മഷ്റൂമിനെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മഷ്റൂമിൽ നിന്ന് വെള്ളം ഊർന്നു വരും. അതിനെ നല്ലോണം പിഴിഞ്ഞ് തോർത്തി എടുത്തതിന് ശേഷം നല്ലെണ്ണയിൽ വറുത്ത് കോരിയതാണ് ഈ കാണുന്നത്. അടുത്ത വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് സവാളയാണ്. സവാള നല്ലെണ്ണയിൽ വറുത്ത് എടുത്തതാണ്. പിന്നെ കറിവേപ്പില, അതിനുശേഷം ഇഞ്ചി വറുത്തത്, വെളുത്തുള്ളി വറുത്തത്, പച്ചമുളക് വറുത്ത് കോരിയത്. ഇതെല്ലാം എണ്ണയിൽ പ്രത്യേകം വറുത്ത് കോരിയതാണ്. അച്ചാർ തയ്യാറാക്കാൻ ഇനി ആവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പ്. ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. കടുകും ഉലുവയും വിനിഗറിൽ കുതിർത്ത് അരച്ച ഒരു പേസ്റ്റാണ്. ഇതാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ നല്ലെണ്ണ. ഞാൻ ഈ അച്ചാറിൽ ഡേറ്റ്സ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചിപ്പിക്കൂൺ അച്ചാർ തയ്യാറാക്കാൻ കാരണം ഞങ്ങൾക്കിവിടെ മഷ്റൂം ഫാം ഉണ്ട്. കൈലാസ് ഓയിസ്റ്റർ മഷ്റൂം ഫാം എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ മകനാണ് ഈ ഫാം നടത്തുന്നത്, കൈലാസ് ഓയിസ്റ്റർ മഷ്റൂം ഫാം. ഇത് കൊടപ്പനക്കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കൊടപ്പനക്കുന്നിലാണ് ഈ മഷ്റൂം ഫാം സ്ഥിതി ചെയ്യുന്നത്. ഹൈടെക് മഷ്റൂം ഫാമാണ്. മഷ്റൂം വറക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു, അത് എങ്ങനെയാണെന്ന് പറയാൻ വിട്ടുപോയി. ഇതാണ് മഷ്റൂം. ഇതിനെ ഇതുപോലെ കീറി എടുത്തതിന് ശേഷം, ചെറുതായിട്ട് കീറി എടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. അപ്പോൾ അതിൽ നിന്നും വെള്ളം ഊർന്നു വരും. അത് പിഴിഞ്ഞ് നല്ലോണം തോർത്തിയെടുത്തതിന് ശേഷം വറുത്തതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യമായി ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും വറുത്ത എണ്ണയാണ്. വറുത്തിട്ട് ബാക്കി വന്ന എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അരച്ച് വെച്ചത് ഇതിലിട്ടു. ഉലുവയും കടുകും വിനിഗറിൽ കുതിർത്ത് വെച്ച ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണിത്. അത് ഇതിനകത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഈ അരപ്പുമായിട്ട് നല്ലോണം യോജിച്ച് മൂത്ത് വരണം. ഞാനിവിടെ ഒന്നിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല, കാരണം ഞാനിവിടെ 6 കിലോ മഷ്റൂം വെച്ചാണ് അച്ചാറുണ്ടാക്കുന്നത്. കാരണം ഇത് സെയിലിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ 300 ഗ്രാമിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വിനിഗർ ചേർക്കുകയാണ്. ഇനി നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യമായി മഷ്റൂം. അടുത്തതായി സവാള വറുത്തത്. അടുത്തതായി വെളുത്തുള്ളി വറുത്തത്, ഇഞ്ചി വറുത്തത്, പച്ചമുളക് വറുത്തത്. കറിവേപ്പില എണ്ണയിൽ മൂപ്പിച്ചത്. ഇതിന് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. എല്ലാ സാധനങ്ങളും വറുത്ത് കോരുന്ന സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി ഞാൻ ഇതിൽ ഡേറ്റ്സ് ചേർക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഡേറ്റ്സ് ചേർക്കുമ്പോഴത്തേക്കാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഡേറ്റ്സ് ഒരു ചെറിയ മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാൽ ഡേറ്റ്സ് ചേർക്കും. ഇവിടെ മഷ്റൂം അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ജീരകപ്പൊടി ചേർക്കുന്നു. മഷ്റൂം അച്ചാർ പാകമായിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഡേറ്റ്സ് ഇട്ടതുകൊണ്ട് ഒരു ചെറിയ മധുരവും എല്ലാമായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. സാധാരണ ഓണത്തിന് ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഒക്കെ അല്ലേ അച്ചാർ ഇടുന്നത്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഈ മഷ്റൂം അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ചെറിയ രീതിയിൽ തയ്യാറാക്കുന്നതിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പറഞ്ഞല്ലോ, ഈ അച്ചാർ ഞാൻ സെയിലിന് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. ഇതിന് 200 ഗ്രാം 100 രൂപയാണ്. ഇതിന് നാളെ ഞാനിനി ഇത് തണുത്തതിന് ശേഷം, നാളെ കഴിഞ്ഞിട്ട് തണുത്തിട്ട് ഇതിനെ ബോട്ടിലിനകത്താക്കും. അത് ഞാൻ കാണിക്കാം. അപ്പോൾ 200 ഗ്രാം 100 രൂപയാണ്. ഞാനിത് 1 വർഷം കൊണ്ട് തയ്യാറാക്കി നൽകുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തു. ആവശ്യമുള്ളവർക്ക് കൊറിയർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കും, ചെയ്ത് തരുന്നതാണ്. കൊറിയർ ചാർജ് തന്നാൽ. പിന്നെ ഇത് കുടപ്പനക്കുന്നിലാണ്. ആവശ്യമുള്ളവർക്ക് ഫോണിലൂടെ ബന്ധപ്പെട്ട അച്ചാർ വാങ്ങാവുന്നതാണ്. കടകളിലും ഒക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.